നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പം വലിയ ഫൈറ്റ് സീക്വൻസിനൊന്നും പറ്റില്ല, ചെറിയ എന്തെങ്കിലും. അതെ 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 അതെ. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വർക്കില് ഞാൻ ഇപ്പൊ പടത്തിന്റെ പേര് ഇപ്പൊ കൺഫേം ആയിട്ടില്ല. അപ്പൊ ആ പടത്തില് ഇതുപോലെ തന്നെ ഒരു നൈഫ് വെച്ചിട്ട് വലിയൊരു ഫൈറ്റ് ആണ് നടന്നത്. അത് വരയ്ക്കും ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു നൈഫ് പിടിക്കേണ്ട ഒരു പോർഷനിൽ ആർട്ടിസ്റ്റിനെ ഇവിടെ ഡമ്മി ആയി കൂടിയിട്ട് ഇവിടെ കുത്തി തലയിൽ കുത്തി സ്റ്റിച്ചൊക്കെ ഇട്ട് അത് ഒരു ഈ പറഞ്ഞ പോലെ ചെറിയൊരു സ്റ്റണ്ടായിരുന്നു. വലിയ സ്റ്റണ്ട് ചെയ്തപ്പോ പരിക്കുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ആവും. അതും ഒരു ഘടകമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അതെ, നമ്മുടെ കാര്യത്തിലോ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ നോക്കും. ആർട്ടിസ്റ്റ് ആണ് ആ സീക്വൻസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ മാക്സിമം സേഫ്റ്റി ചെയ്യും. എന്തൊക്കെ നമ്മൾ കൊണ്ട് ഞങ്ങൾ ആദ്യം ചെയ്ത് നോക്കും. അപ്പോഴറിയാം, ഞങ്ങൾ ആദ്യം റിഹേഴ്സൽ ചെയ്യുമല്ലോ. ആർട്ടിസ്റ്റ് ആദ്യം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം ചെയ്ത് നോക്കും. ചെയ്തിട്ട് ഇതൊക്കെയാണ് റിസ്ക് എന്ന് മനസ്സിലാക്കിയാൽ നോട്ട് ചെയ്തിട്ട് ആ റിസ്കിന്റെ ഉള്ള സേഫ്റ്റി ഞങ്ങൾ ചെയ്യും. ആർട്ടിസ്റ്റുകൾക്ക് ഒരു റിസ്കും ഇല്ലല്ലേ? തീർച്ചയായിട്ടും ആർട്ടിസ്റ്റിനെ മാക്സിമം റിസ്ക് എടുപ്പിക്കാത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പ്രൊഡ്യൂസറിനെ നമ്മൾ മാനിക്കണല്ലോ. കാരണം അദ്ദേഹം അത്രയും പൈസ മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മാക്സിമം പുള്ളിക്കും എഫേർട്ട് ഇല്ലാതെ ഷൂട്ട് നിന്ന് പോകാത്ത രീതിയിലാണ് നമ്മുടെ ജോലി വരുന്നത്. അപ്പൊ നമ്മുടെ ജോലിയാണ്